ഹാറൂത്ത് മാറൂത്തന്മാരുടെ ഉത്ഭവത്തെപ്പറ്റി പലവിധ അഭിപ്രായങ്ങളാം കിതാബുകളിലുണ്ട്. മഹാനായ ഇബ്നു ജരീറും ഇബ്നു അബി ഹാത്തിം ഹക്കീം തുടങ്ങിയ ഇതര ഹദീസ് പണ്ഡിതന്മാരും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതായി ഉദ്ധരിച്ചിട്ടുള്ള നിവേദനം ഇങ്ങനെയാണ്. ആദം സന്തതികളുടെ ദുഷ്കർമ്മങ്ങളാം മലക്കുകളുടെ ഇടയിൽ സംസാര വിഷയമായി മനുഷ്യ സമുദായത്തെ അവർ കഠിനമായി അധിക്ഷേപിച്ചുവെന്നും അവസാനം അള്ളാഹു അവരോട് ഇപ്രകാരം കൽപ്പിച്ചു: നിങ്ങളിങ്ങനെ അഹങ്കരിക്കുന്നതും മനുഷ്യരുടെ ദുഷ്കർമ്മ നിമിത്തം അവരെ അതിരുകവിഞ്ഞ് അധിക്ഷേപിക്കുന്നതും ശരിയല്ല. മനുഷ്യർക്ക് നൽകപ്പെട്ടിട്ടുള്ള സുഖഭോഗച്ചയുടെ ഒരു ലഘുവായ ഭാഗമെങ്കിലും നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളാം അവരെക്കാളും ദുഷിച്ചു പോകുമായിരുന്നു. മലക്കുകളാം അതിനു മറുപടിയായി ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾക്ക് കാമക്രോധി ശരീരിച്ചുകളോ നൽകപ്പെട്ടിരുന്ന പോലും നിന്റെ ആജ്ഞകളെ ഒരിക്കലും ഞങ്ങളാം ലംഘിക്കുമായിരുന്നില്ല. അപ്പോൾ അള്ളാഹു വീണ്ടും കൽപ്പിച്ചു: അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമെന്നു പരീക്ഷിക്കാം. അതിനായി നിങ്ങളിൽ നിന്നും ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു കൊള്ളണം. മലക്കുകളാം തങ്ങളിൽ വെച്ച് ശ്രേഷ്ഠരായ ഹാറൂത്ത് മാറൂത്ത് എന്നിവരുടെ പേരുകൾ നിർദ്ദേശിച്ചു. അള്ളാഹു ആ മലക്കുകൾക്ക് സുഖഭോജകളാം നൽകിക്കൊണ്ട് അവരെ ഭൂമിയിലേക്ക് ഇറക്കി. അവർക്ക് ഇങ്ങനെയൊരു താക്കീത്തും നൽകി: നിങ്ങളാ മനുഷ്യരുടെ ഇടയിൽ നീതി പാലിക്കണം. ഈ ഭൂലോകത്തു പോയി എൻ്റെ കൽപ്പനകളാം നടപ്പിൽ വരുത്തണം. എന്നാൽ എന്നോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കരുത്. കൊല, വ്യഭിചാരം, മദ്യപാനം എന്നീ മഹാപാപങ്ങളാം ഒരിക്കലും ചെയ്തു പോകരുത്. മനുഷ്യരുടെ ഇടയിലുണ്ടാകുന്ന തർക്കങ്ങളിലും കുഴപ്പങ്ങളിലും നീതിപൂർവം വിധി കൽപ്പിച്ചു കൊള്ളുകയും വേണം. സായാഹ്നമാകുമ്പോൾ എൻ്റെ മഹൽ മായ ഇസ്മുൽ ആലം ഉച്ചരിച്ചുകൊണ്ട് അതിൻ്റെ മഹാത്മ്യത്തിൽ നിനക്ക് ആകാശത്തിലേക്ക് പോകാം. അങ്ങനെ പോകുകയും പ്രഭാതമായാൽ വീണ്ടും ഭൂലോകത്തേക്ക് ഇറങ്ങി സ്വകൃതി നിർവഹിലേർപ്പെടുകയും വേണം.